ക്രോഷ്യ ചെയ്യാൻ പഠിച്ചാലോ? ക്രോഷ്യ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടമുള്ളവർക്കും കൂടി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. ഏത് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനം ആകെ ഒരു ഹുക്കും ഒരു യാണാണ്. ബാക്കി കുറേ ആവശ്യങ്ങളുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലറ ചില്ലറ ഐറ്റംസ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മേടിക്കണം എന്നൊന്നുമില്ല. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അക്രിലിക് യാണാണ്. അതായത് കോട്ടണും അല്ല വൂളും അല്ല, സിന്തറ്റിക് യാണാണിത്. മീഡിയം വെയ്റ്റാണ്. പിന്നെ ഹുക്ക് സൈസ് 4 mm. ഈ മീഡിയം വെയ്റ്റിന് എപ്പോഴും ബെസ്റ്റായിട്ട് തോന്നിയുള്ളത് 4 mm ആണ്. പിന്നെ ബിഗിനേഴ്സിനും ഏറ്റവും നല്ലത് ഈ 2 സൈസാണ്. ഓക്കെ, ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ പഠിക്കാം. ഈ സ്ലിപ്പ് നോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നൂലിൻ്റെ ചെറിയ അറ്റം തള്ളവില്ലുകൊണ്ട് ഞെക്കി പിടിച്ചിട്ട് വലിയ അറ്റം കൊണ്ടൊരു എക്സ് ഉണ്ടാക്കുക. എക്സ് അങ്ങ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൂപ്പ് ഉണ്ടാവും. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വീണ്ടും നീളമുള്ള അറ്റം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും, ഒരു കെട്ട്. ഈ കുടുക്കിനാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുക. ഇത് കുറേ രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്കറിയണ പോലെ ചുമ്മാ ഒരു കുടുക്കിട്ടാൽ മതി. 2 അറ്റവും കൂട്ടി വലിച്ചിട്ടുണ്ടെങ്കിൽ സാധനം അങ്ങ് ഊരിപ്പോരണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ്. അതാണ് ഈ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിപ്പിച്ചിരുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതില്ലെങ്കിൽ നമ്മുടെ ചെയിൻ അങ്ങ് ഊരിപ്പോയി. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യാം. ഈ ഹുക്ക് ഉള്ളിൽ കൂടെ ഇട്ടിട്ട്, എൻ്റെ ഹുക്ക് എങ്ങനെ പിടിച്ചുള്ളതെന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ എൻ്റെ ഹുക്ക് മേലോട്ടാക്കിയിട്ടാണ് പിടിച്ചേക്കുന്നത്. മേലോട്ടാക്കി യാണതിൻ്റെ മേലേക്ക് വെച്ചു. ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മറിക്കുമ്പോൾ നമ്മുടെ യാൺ ഹുക്കിൽ ടൈറ്റായിട്ടിരിക്കും. എന്നിട്ടാണ് ഞാൻ നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ വലിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് സംഭവം പുറത്തേക്ക് വന്നു. ശ്രദ്ധിച്ചിട്ട് ഒന്നും കൂടി നോക്കിക്കോണേ. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് സ്ലോ മോഷൻ ഇട്ടിട്ട് ഒന്നും കൂടി നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. യാൺ ഹുക്കിൻ്റെ മേലെ വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. ഹുക്ക് താഴോട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ വലിക്കുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിന് എത്ര ചെയിൻ വേണോ അത്രയും ചെയിൻ ഉണ്ടാക്കാം. എംബ്രോയ്ഡറി ചെയ്യണവർക്കൊക്കെ മനസ്സിലായി കാണും. ഇത് ചെയിൻ സ്റ്റിച്ചാണ്. നമുക്ക് ക്യാൻവാസ് ഇല്ല എന്നുള്ളൂ. നമ്മൾ ഈ ആണിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നു, അത്രേ ഉള്ളൂ. ഈ ഓരോ ലൂപ്പിനെയും നമ്മൾ ചെയിൻ എന്നാട്ടോ വിളിക്കുക. ഒരു ചങ്ങല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ വിരലുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 2 സൈഡിലും നല്ല ടൈറ്റായിട്ടാണ് പിടിച്ചേക്കുന്നത്. അതിന് യാൺ ടെൻഷൻ എന്നാ പറയാം. യാൺ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ടെൻഷനായില്ല കേട്ടോ. നമ്മുടെ യാണിൻ്റെ ആ വലിവ് കറക്റ്റായാലാണ് നമ്മുടെ എല്ലാ ചെയിനും ഒരേ സെയിം സൈസിൽ വരുള്ളൂ. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇതൊന്നും കറക്റ്റാണെന്ന് യാതൊരു നിർബന്ധമില്ല. ചെയ്ത് പ്രാക്ടീസ് ആവും തോറും ഓക്കെ ആയിക്കോളും. ലാസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ എല്ലാം റെഡി ആകുമ്പോൾ മുടി മെടഞ്ഞ പോലെ ഇരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഇടണേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.